എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹോമോലോഗേഷനെ കുറിച്ചാണ്. ഹോമോലോഗേഷൻ എന്താണ്? ഹോമോലോഗേഷൻ രാജ്യത്ത് നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യപ്പെടുന്നതോ ആയ എല്ലാ വാഹനങ്ങളും സർക്കാർ പറയുന്ന ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുമായി ചേർന്ന് പോകുന്നതും ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതുമായ പ്രക്രിയയെ പറയുന്നതാണ് ഹോമോലോഗേഷൻ. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, രാജ്യത്ത് നിർമ്മിക്കുന്നതോ ഇറക്കുമതി ചെയ്യപ്പെടുന്നതോ ആയ എല്ലാ വാഹനങ്ങളും സർക്കാർ പറയുന്ന ചില നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളുമായി ചേർന്ന് പോകുന്നതും ഗതാഗത യോഗ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതുമായ പ്രക്രിയ അറിയപ്പെടുന്ന പേരാണെന്ത്? ഹോമോലോഗേഷൻ. ഹോമോലോഗേഷന് വേണ്ടി വാഹനങ്ങളെ പല കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, ഹോമോലോഗേഷന് വേണ്ടിയിട്ട് വാഹനങ്ങളെ പല കാറ്റഗറിയായി തരംതിരിച്ചിട്ടുണ്ട്. 1. യാത്രക്കാരെ കൊണ്ടുപോകുന്ന 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങൾ അറിയപ്പെടുന്നത് കാറ്റഗറി എം ആണ്. യാത്രക്കാരെ കൊണ്ടുപോകുന്നതും 4 ചക്രമോ അതിൽ കൂടുതലോ ഉള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി എം. ഡ്രൈവർ സീറ്റ് കൂടാതെ 8 സീറ്റുകളിൽ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ ഉൾപ്പെടുന്നതാണ് കാറ്റഗറി M1. ഒന്നുകൂടെ വായിക്കുകയാണ്. ഡ്രൈവർ സീറ്റ് കൂടാതെ 8 സീറ്റുകളിൽ യാത്രക്കാരെ കയറ്റുന്ന വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി M1. ഡ്രൈവർ സീറ്റിന് പുറകെ 9 അതിലധികമോ എന്നാൽ പരമാവധി വാഹനഭാരം 5 ടണ്ണിൽ കൂടാനും പാടില്ല, അങ്ങനെ ആളെ കയറ്റുവാൻ കഴിയുന്ന വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി M2. ഡ്രൈവർ സീറ്റിന് പുറകെ 9 അതിലധികമോ എന്നാൽ പരമാവധി വാഹനഭാരം 5 ടണ്ണിൽ കൂടാനും പാടില്ല, അങ്ങനെ ആളെ കയറ്റുവാൻ കഴിയുന്ന വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി M2. ഇനി അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് M2 വിഭാഗത്തിലുള്ള ഓഫ് റോഡ് അഥവാ ക്രോസ് കൺട്രി വെഹിക്കിൾസ് വാഹനങ്ങൾ ഉൾപ്പെടുന്നതാണ് കാറ്റഗറി M2G. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, M2 വിഭാഗത്തിലുള്ള ഓഫ് റോഡ് അല്ലെങ്കിൽ ക്രോസ് കൺട്രി വെഹിക്കിൾസ് വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി M2G. കാറ്റഗറി M2G. 5 ടൺ ഭാരത്തിൽ കൂടിയ ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റ് കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നതാണ് കാറ്റഗറി M3. 5 ടൺ ഭാരത്തിൽ കൂടിയ ഡ്രൈവർ സീറ്റിന് പുറമെ 9 അതിലധികമോ സീറ്റ് കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നതാണ് കാറ്റഗറി M3. എന്നാൽ പുതിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് 2 ആക്സിലുകൾ ഉള്ള M3 ബസ്സുകളുടെ നീളം 12 മീറ്ററിൽ നിന്നും 13.5 മീറ്ററാക്കി ഉയർത്തിയിട്ടുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളാം. M3 വിഭാഗത്തിലുള്ള ഓഫ് റോഡ് ക്രോസ് കൺട്രി വെഹിക്കിൾസ് അറിയപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി M3G. അപ്പോൾ നേരത്തെ ഒരു കാര്യം പഠിച്ചിരുന്നു, M2 വിഭാഗത്തിലുള്ള ഓഫ് റോഡ് അഥവാ ക്രോസ് കൺട്രി വെഹിക്കിൾസ് ഉൾപ്പെടുന്ന കാറ്റഗറി ആയിരുന്നു M2G. എന്നാൽ എന്താണ് M3 എന്ന് പറയുന്നത്? എന്താണ് M3G എന്ന് പറയുന്നത്? എന്താണ് M3 വിഭാഗത്തിലുള്ള ഓഫ് റോഡ് അഥവാ ക്രോസ് കൺട്രി വെഹിക്കിൾസ് വാഹനങ്ങൾ ഉൾപ്പെടുന്ന ഏത് കാറ്റഗറിയിലാണ്? M3G. 4 ചക്രത്തിൽ കുറയാത്ത ഗുഡ്സ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഗുഡ്സിന് പുറമെ ആളുകളെയും കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി N. 4 ചക്രത്തിൽ കുറയാത്ത ഗുഡ്സ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ വ്യവസ്ഥകൾക്ക് വിധേയമായി ഗുഡ്സിന് പുറമെ ആളുകളെയും കൊണ്ടുപോകുവാൻ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി N. ഇതിലും ചില മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ വരുത്തിയിട്ടുണ്ട്. പുതിയ കേന്ദ്ര സർക്കാർ വിജ്ഞാപനം അനുസരിച്ച് N1 വിഭാഗത്തിൽ പെടുന്ന വാഹനങ്ങൾ ഒഴികെയുള്ള എല്ലാ N വിഭാഗത്തിലുള്ള ചരക്ക് വാഹനങ്ങളുടെയും പരമാവധി ഉയരം 3.8 മീറ്ററിൽ നിന്നും 4.0 മീറ്ററാക്കി ഉയർത്തിയിട്ടുണ്ട്. അതായത് 4 മീറ്ററാക്കി ഉയർത്തിയിട്ടുണ്ട്. അടുത്ത
വിഭാഗത്തിലോട്ട് കടക്കുകയാണ്. GVW 3500 കിലോഗ്രാമിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടുന്നത് ഏത് കാറ്റഗറിയാണ്? കാറ്റഗറി N1. GVWൻ്റെ പൂർണ്ണരൂപം മുൻ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തതാണ്. ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ്. അപ്പോൾ GVW 3500 കിലോഗ്രാമിൽ കൂടാത്ത ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടുന്നതാണ് കാറ്റഗറി N1. എന്നാൽ GVW 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയ്ക്കുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി N2. 3.5 ടണ്ണിനും 12 ടണ്ണിനും ഇടയ്ക്കുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി N2. ഇത് നമ്മൾ മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്നൊക്കെ അറിയപ്പെടുന്നതാണ്. ആ കാറ്റഗറിയാണ് കാറ്റഗറി N2. ഇനി ഗ്രോസ് വെഹിക്കിൾ വെയ്റ്റ് 12 ടണ്ണിനും കൂടുതലുള്ള ചരക്ക് വാഹനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഏത്? കാറ്റഗറി N3. GVW 12 ടണ്ണിലും കൂടുതലുള്ള ചരക്ക് വാഹനങ്ങൾ അറിയപ്പെടുന്നത് കാറ്റഗറി N3. ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി T. ട്രെയിലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യത്തെ അക്ഷരം എടുത്താൽ മതിയാകും. കാറ്റഗറി T. ട്രെയിലർ വിഭാഗത്തിലുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി T. പരമാവധി ഭാരം 0.75 ടണ്ണിൽ കൂടാതെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത് ഏത് കാറ്റഗറിയിലാണ്? കാറ്റഗറി T1. പരമാവധി ഭാരം 0.75 ടണ്ണിൽ കൂടാതെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി T1. എന്നാൽ 0.75 ടണ്ണിലധികവും 3.5 ടണ്ണിൽ കൂടാതെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി T2. 0.75 ടണ്ണിലധികവും 3.5 ടണ്ണിൽ കൂടാതെയുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്നത് കാറ്റഗറി T2. പരമാവധി ഭാരം 3.5 ടണ്ണിലധികവും 10 ടണ്ണിൽ താഴെയുമുള്ള വാഹനങ്ങൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് കാറ്റഗറി T3. 10 ടണ്ണിലധികം ഭാരം ഉള്ള കാറ്റഗറി T വാഹനങ്ങളാണ് കാറ്റഗറി T4. 10 ടണ്ണിലധികം ഭാരമുള്ള കാറ്റഗറി T വാഹനങ്ങളാണ് കാറ്റഗറി T4 എന്ന് അറിയപ്പെടുന്നത്. എന്നാൽ സെമി ട്രെയിലർ വാഹനങ്ങളുടെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 4.52 മീറ്ററാണ്. സെമി ട്രെയിലർ വാഹനങ്ങളുടെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 4.52 മീറ്ററാണ്. ട്രക്ക് ട്രെയിലറുകളുടെ, അതായത് മോട്ടോർ വാഹനങ്ങൾ പോലുള്ളവ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 4.75 മീറ്ററാണ്. ട്രക്ക് ട്രെയിലറുകൾ, അതായത് മോട്ടോർ വാഹനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങളുടെ പരമാവധി ഉയരം എന്ന് പറയുന്നത് 4.75 മീറ്ററാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് ഹോമോലോഗേഷനെ കുറിച്ചാണ്. ഒരല്പം ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. ഈ ക്ലാസ്സുകൾ റിപ്പീറ്റ് ചെയ്ത് തന്നെ കേൾക്കണം. റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു രൂപം കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. ഓക്കെ.